തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ തന്നെ പറഞ്ഞ ഒരു കാര്യമാണ് ഈ ആചാര അനുഷ്ഠാനങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ അതായത് ശബരിമലയിലെ ആചാര അനുഷ്ഠാനങ്ങളിൽ ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം തിരുത്തുന്നതിനെക്കുറിച്ച് ഞങ്ങൾ നിയമോപദേശം തേടിയിട്ടുണ്ട് എന്ന്. എന്തിനാണ് ഈ സമയത്ത് അങ്ങനെ ഒരു അഭിപ്രായ പഠനം നടത്തുന്നത്? അയ്യപ്പ സംഗമവും ഈ സുപ്രീം കോടതിയിലെ സത്യവാങ്മൂലവും തമ്മിൽ എന്ത് ബന്ധമാണ്? ഒന്നുമില്ല. അത് അദ്ദേഹം പിന്നെ എന്താണെന്ന് അങ്ങനെ പറഞ്ഞാൽ അദ്ദേഹത്തോട് ചോദിച്ചില്ല പറയാൻ വേണ്ടി. ഞാൻ ഇപ്പോൾ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചുള്ള ഈ കാര്യത്തിലുള്ള നിലപാട് ഈ സംഘവുമായി ബന്ധപ്പെട്ട് ആ വിഷയം ചർച്ച ചെയ്യപ്പെടേണ്ടതേയില്ല. കാരണം ചർച്ചയുള്ള അജണ്ടയില്ല. ഒന്ന്. രണ്ട്, ബഹുമാനപ്പെട്ട സുപ്രീം കോടതി റിവ്യൂ പെറ്റീഷനായി സ്വീകരിച്ചിട്ടുള്ള ഒരു വിഷയത്തെക്കുറിച്ച് ഇപ്പോൾ അങ്ങനെ ഒരു അഭിപ്രായം പറയുന്നത് സബ്ജുഡീസായി മാറുകയും ചെയ്യാൻ പറയാൻ പാടില്ല, ചോദിക്കാനും പാടില്ല. അതുകൊണ്ട് അതിൻ്റെ വിഷയങ്ങൾ എന്തെങ്കിലും വരുന്ന ഘട്ടങ്ങളിൽ ഏതെങ്കിലും അഭിപ്രായം ഗവൺമെൻറ് പറയേണ്ടി വന്നാൽ ആ സമയത്ത് കൂടിയാലോചിച്ച് ആ കാര്യങ്ങൾ അഭിപ്രായം രേഖപ്പെടുത്തേണ്ട സമയത്തും മാത്രം രേഖപ്പെടുത്തും. ഇപ്പോൾ ഈ അയ്യപ്പ സംഗമത്തിൽ അത്ര ഒരു അജണ്ടയേ ഇല്ല, ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമേ അല്ല. അത് അദ്ദേഹം പറഞ്ഞത് എന്തുകൊണ്ടാണെന്നുള്ള അദ്ദേഹത്തോട് പക്ഷേ അതൊരു പ്രധാന ചർച്ചാ വിഷയമായി മാറിക്കഴിഞ്ഞു. എന്താണെന്ന് വെച്ചാൽ സർക്കാരിന് കൃത്യമായ ഒരു സ്റ്റാൻഡ് ഇക്കാര്യത്തിലുണ്ട്. ശബരിമലയിലെ സ്ത്രീ പ്രവേശന കാര്യത്തിൽ, യുവതീ പ്രവേശനം എന്ന് തന്നെ പറയാം, അതിൽ കൃത്യമായ ഒരു സ്റ്റാൻഡുണ്ട്. ആ സ്റ്റാൻഡിൽ ഒരു മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളൊരു പ്രതീതി ഉണ്ടാകുന്നുണ്ട് പൊതുസമൂഹത്തിൽ അയ്യപ്പ ഭക്തർക്കിടയിൽ. അത് പിന്നീട് അദ്ദേഹം ക്ലിയർ ചെയ്തല്ലോ. അദ്ദേഹം പിന്നീട് പറഞ്ഞു, ഞാൻ മറ്റേ ഉദ്ദേശിച്ചല്ല പറഞ്ഞ് കോടതിയുടെ മുമ്പായിരിക്കുന്ന ഒരു വിഷയം എന്ന രൂപത്തിലേക്ക് അതിലിപ്പോൾ അഭിപ്രായം പറയേണ്ടതില്ല എന്ന് അദ്ദേഹം പിന്നെ തിരുത്തി പറഞ്ഞു. യുവതീ പ്രവേശനം അനുവദിച്ചുകൊണ്ടുള്ള സുപ്രീം കോടതി വിധി വന്നതിന് ശേഷം സർക്കാർ ഒരു കൃത്യമായ സ്റ്റാൻഡ് എടുത്തു. ആ സ്റ്റാൻഡ് എന്ന് പറയുന്നത് സുപ്രീം കോടതി വിധി ഞങ്ങൾ അംഗീകരിക്കും, യുവതീ പ്രവേശനം നടക്കും എന്ന് തന്നെയായിരുന്നു സ്റ്റാൻഡ്. അത് സമർത്ഥിക്കുന്നതിന് വേണ്ടി നവോത്ഥാന സദസ്സ് വരെ നടത്തി, വനിതാ മതിൽ പോലും സംഘടിപ്പിച്ചു. അതിൽ നിന്ന് കടുകിട വ്യത്യാസം ഇല്ല എന്ന് ഉറപ്പിച്ച് പറയുവാൻ സർക്കാരിന് കഴിയുമോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോൾ അത് ചർച്ചയ്ക്ക് എടുക്കേണ്ട ഒരു വിഷയമല്ല. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ മുമ്പിൽ റിവ്യൂ പെറ്റീഷൻ ആയിട്ടിരിക്കുന്ന ഒരു വിഷയം. ആ കാര്യത്തെ സംബന്ധിച്ചോളം സുപ്രീം കോടതി ഏതെങ്കിലും ഘട്ടത്തിൽ ഗവൺമെൻറ്റിനോട് സത്യവാങ്മൂലം സമർപ്പിക്കാൻ പറഞ്ഞാൽ ഇപ്പോൾ ഗവൺമെൻറ് നിലപാട് എന്താണെന്ന് ആ സമയത്ത് കൂടിയാലോചിച്ച് പറയേണ്ടതേ ഉള്ളൂ. ഇപ്പോൾ ആഗോള സംഗമത്തിൽ അത് ചർച്ചയ്ക്ക് എടുക്കുന്നില്ല, അങ്ങനൊരു വിഷയമേ ഇല്ല. ചില കൂട്ടർക്ക് ഇതൊരു അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ടായിരിക്കും. ഞാൻ ഉദ്ദേശിച്ചത് അന്ന് അവിടെ സമരം ചെയ്ത് പ്രക്ഷോഭം നടത്തിയ ആളുകളുടേതല്ല, അന്ന് സർക്കാരിനൊപ്പം ചേർന്ന് ഈ നവോത്ഥാന മൂല്യ സംരക്ഷണം എന്ന നിലപാടെടുത്ത ചില ആളുകളുണ്ട്. ചില ആളുകളല്ല, ഒട്ടേറെ ആളുകളുണ്ട്. അന്ന് സർക്കാരിനൊപ്പം ഒരുപാട് ആളുകൾ എത്തിയതാണ്, അണിചേർന്നതാണ്. അവർക്കിപ്പോൾ ഒരു വൈഷമ്യമുണ്ട്, സർക്കാർ നിലപാട് മാറ്റിയില്ലേ എന്ന്. ഇല്ല, ഒരു വൈഷമ്യമില്ല. അന്ന് പങ്കെടുത്തിട്ടുള്ള ആളുകൾ ഇപ്പോൾ SNDP ഇപ്പോൾ പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വന്നു, NSS പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്, KPMS പൊന്നല ശ്രീകുമാർ അദ്ദേഹം പങ്കെടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്, പിന്തുണ പ്രഖ്യാപിച്ചു. മലയേറിയ സമുദായം അവർ പിന്തുണ പ്രഖ്യാപിച്ചു, ശൈത്യപുരം സഹസംഘത്തിലും പങ്കെടുത്തിരുന്നു. അതുപോലെ രാമഭദ്രൻ കൂട്ടർ, അങ്ങനെ അന്ന് നവോത്ഥാന സമിതിയായി സഹകരിച്ചിരുന്ന സംഘടനകളെല്ലാം അതിന് പിന്തുണ പ്രഖ്യാപിച്ച് അവർ മുഴുവൻ പങ്കെടുക്കുമെന്ന് അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ ആ കാര്യത്തിൽ ആരും ഈ കാര്യത്തിൽ പിന്നോക്കം പോയിട്ടില്ല. അപ്പോൾ അവർക്ക് സർക്കാർ ഈ ആചാര അനുഷ്ഠാനങ്ങളിലൊന്നും ഒരു മാറ്റവും ഉണ്ടാകില്ല, വിശ്വാസികൾക്കൊപ്പമാണ് സർക്കാർ, മുൻപ് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനി ഉണ്ടാവില്ല, അങ്ങനെ ഒരു ഉറപ്പ് ഇല്ല. അങ്ങനെ ഒരു ഉറപ്പും കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലല്ല ഇപ്പോഴത്തെ വിഷയം ശബരിമലയോ ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുക എന്ന ഒറ്റ കാഴ്ചപ്പാടാണ് വികസനവും. അത് പറയുന്നിടത്ത് മറ്റു വിഷയങ്ങൾ കൊണ്ടൊന്ന് വിവാദമാക്കി ഇതിൻ്റെ ശോഭ കെടുത്തേണ്ടതില്ല. സർക്കാരിന് തങ്ങളുടെ സ്റ്റാൻഡിൽ നിന്ന് മാറിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് അയ്യപ്പ ഭക്തരോട് മടിയുണ്ട്. അല്ല, മാറിയിട്ടുണ്ടെന്നുള്ളതിന് ഏറ്റവും നല്ല തെളിവല്ലേ ഞാൻ ആദ്യം സൂചിപ്പിച്ച കാര്യത്തിന് അതിന് ഉറപ്പുത്തരവുണ്ട്. 2024-25 വർഷക്കാലത്തെ തീർത്ഥാടന കാലഘട്ടം കുറ്റമറ്റ രൂപത്തിൽ പരാതിരഹിതമാക്കി മാറ്റാൻ കഴിഞ്ഞത് ഈ വിശ്വാസി സമൂഹത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കുന്ന ഒരു ഗവൺമെൻറ് കേരളത്തിലുള്ളത് കൊണ്ടാണ്. അതായത് 2018 സ്റ്റാൻഡ് അല്ല അത്. അപ്പം അല്ല, അന്നത്തെ പ്രശ്നം ഉണ്ടാക്കിയത് ആരാ? ഗവൺമെൻറ് അല്ല.